വീഡിയോ നോക്കിയാലേ അറിയുള്ളൂ. ആ റൂമിനകത്ത് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. ആ റൂമിനകത്ത് ഇടയ്ക്ക് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതിന് ഫുൾ വീഡിയോ എടുത്ത് അത് കൃത്യമായി പരിശോധിച്ചാലേ കൃത്യമായി അറിയാൻ പറ്റും. എനിക്കറിയാം. താക്കോൽ ഉപയോഗിച്ച് തുറന്നാണോ കയറിയത്? അല്ല, അത് കാണില്ലേ? കാണുന്നില്ല. അല്ല, കാണുന്നില്ല. അദ്ദേഹം KGMCT ഗ്രൂപ്പില് ഡോക്ടർ ഹാരിസിന്റെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റൂമിന്റെ പുറകുവശം സ്ലൈഡിംഗ് ഗ്ലാസ് ആണ്. ആർക്ക് വേണമെങ്കിലും കയറാം. അവിടെ CCTV ഇല്ല, സുരക്ഷിതത്വം ഒന്നുമില്ല. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് അവിടുത്തെ ഫയലുകളും ഈ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച കുറിപ്പുണ്ട്. ഡോക്ടർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു എത്തിച്ചേരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം നിലനിൽക്കെ അങ്ങനെ SSBയുടെ ചുറ്റും CCTV ഉണ്ട്. അവിടെ ആര് കയറിയാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു 110-103 CCTVകളുണ്ട്. ഇതെല്ലാം വെരിഫൈ ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല. അത്രയും സമയം എടുക്കും. ഇത്രയും സമയത്ത് ഒരു ദിവസത്തെ ഫുൾ ഇരുന്ന് നോക്കാം. അത് അവർ ക്ലാരിഫൈ ചെയ്തോണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഉപകരണം കാണാതാകുമ്പോൾ അതിന്റെ കസ്റ്റോഡിയൻ ആരാണ് സാർ? ഈ ഉപകരണത്തിന്റെ എല്ലാവരും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ. ഏത് വർഷമാണ് സാർ ഉപകരണം കാണാതായത്? കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 2024 കാലഘട്ടത്തിൽ. അന്ന് കസ്റ്റോഡിയൻ ഡോക്ടർ ഹാരിസ് അപ്പോൾ നമ്മൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുക. അദ്ദേഹം SOD ആയിരുന്നു. അപ്പൊ ഈ കാണാതാകുമ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ കസ്റ്റോഡിയൻ ആണ്. ഈ പറയുന്ന 2 ഓഗസ്റ്റിന് പുതിയൊരു ബില്ല് അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാലപ്പഴക്കം ഇല്ല, അതൊരിക്കലും പറയാൻ പറ്റില്ല. അതല്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നവർക്കേ പറയാൻ പറ്റുള്ളൂ. യൂറോളജി എക്സ്പെർട്ട് യൂറോളജി ആരെങ്കിലും വന്നാൽ ഇത് ഉപയോഗിച്ചാണോ? സാർ, അങ്ങനെയാണെങ്കിൽ ഈ താക്കോല് ഡോക്ടർ ഹാരിസിന്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലയേൽപ്പിച്ച ഡോക്ടർ ടോണി തോമസിന്റെ കയ്യിലോ ആയിരിക്കുമല്ലോ ഉണ്ടാവും. അവരറിയാതെ ഈ താക്കോല് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവരെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഷിജു, അതൊക്കെ അത് അവരോട് സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്തിട്ടിരിക്കുന്നു. ആദ്യം നമ്മുടെ ഈ കാര്യം തന്നെ ക്ലാരിഫൈ ചെയ്യണം. ആരെങ്കിലും കയറിയിട്ടുണ്ടോ അത് നമുക്ക് അറിയില്ലല്ലോ, ആരാണ് കയറിയത്. അപ്പൊ ഇനി നമ്മൾ ഫർദറായിട്ട് ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മണിക്കൂറുകളോളം എടുക്കും. 24 മണിക്കൂറെങ്കിലും എടുക്കും. ഇതാണ് കമ്മിറ്റി തന്നിട്ടുള്ള കടലാസ്. അങ്ങനെ ഡോക്ടർ ടോണി പറഞ്ഞിട്ടില്ല. ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഒരു HODയുടെ മുറിയിൽ ഒരാൾ അതിക്രമിച്ച് കയറി ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വളരെ ലളിതമായി ഇത് വലിയ പ്രശ്നമില്ല എന്ന് പറയാൻ എങ്ങനെയാണ്? പ്രശ്നമില്ല എന്നല്ല പറയുന്നത്. ഇത്രയും സമയം എടുക്കും. ഇത്രയും 103 ക്യാമറ പരിശോധിച്ചിട്ട് 24 മണിക്കൂർ അത്ര എളുപ്പമല്ല. അതിന് അത്രയും ടൈം എടുക്കും. ഈ നാട്ടില് പോലീസ് എന്നൊരു സംവിധാനമുണ്ട്. ഇതിനെക്കാട്ടി വലിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയ പോലീസാണ്. നിങ്ങൾക്ക് എല്ലാ പോലീസും വിശ്വാസമില്ലേ? അങ്ങനെയൊന്നും ഇതില്ല മാഡം. അങ്ങനെയല്ല. ഇതിന്റെ ഒരു സമയത്തിൽ നമുക്ക് നോക്കണം. ഇത് ഇന്ന് രാവിലെ പെട്ടെന്ന് അല്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാരിനാണ്. അത് റിപ്പോർട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ഞാൻ നേരത്തെ കാണിച്ച ഇത് എൻക്വയറി റിപ്പോർട്ട്. എൻക്വയറി റിപ്പോർട്ട് ഇതാണ് ഇതിലെഴുതിയിട്ടുള്ളത്. ഇല്ല, അറിയിച്ചു. എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണ്ട ആ സമയത്തല്ലേ നമ്മൾ എഴുതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവം കാണുന്നു. ഈ മുറിക്കകത്ത് ഒരാൾ കയറി, നിങ്ങൾ ആദ്യം പരിശോധിച്ചപ്പോൾ ഇല്ലാതിരുന്ന ഒരു ഉപകരണം മറ്റൊരാളവിടെ കൊണ്ടുവച്ചു. അത് അറിയില്ല മോനെ. സാധനം അവിടെ ഉണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഈ പ്രവീണ പറഞ്ഞ മാതിരി നമുക്ക് അത് മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. മോസിലോസ്കോപ്പ്. അതെ, മോസിലോസ്കോപ്പ് അല്ല. ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി has inquired about the tissue mass. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസിലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund, which was allegedly missing from the department. HOD has agreed it is partly missing, and however it is not a machine constantly used. These are the reports by ഡോക്ടർ. ഇത് 4 സമിതിക്ക് ഡോക്ടർ ഹാരിസ് 4 സമിതിയോട് പറഞ്ഞു ഈ ഉപകരണം കാണാനില്ല. അതെ, അങ്ങനെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഹാരിസ് പറഞ്ഞുകൊണ്ടാണ് ആണ്. അത്രേ ഉള്ളൂ. ഈ 4 സമിതിയെ പരിശോധിച്ച് അത് കൺഫേം ചെയ്തു. അത് അവിടെ ഇല്ല എന്ന് കൺഫേം ചെയ്തു. അതെല്ലാം എഴുതി തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പരിശോധന നടക്കുന്നത്. അല്ല, ഈ 4 സമിതിക്ക് ശേഷമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വീണ്ടും പരിശോധിച്ചത്. അപ്പോൾ ഈ സാധനം അവിടെ ഉണ്ട്. ഏത് സാധനം? ഈ മോസിലോസ്കോപ്പ് അവിടെ ഉണ്ട്. അല്ല, മോസിലോസ്കോപ്പ് ഞാൻ കണ്ടത് കഴിഞ്ഞ മിനിഞ്ഞാന്നാണ്, ബുധനാഴ്ച. അപ്പോഴാണ് ഒരു മെഷീൻ അവിടെ ഉണ്ട്. അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ. ഈ മോസിലോസ്കോപ്പ് ആണെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ ഇതിനൊരു എൻക്വയറി വന്നിട്ടുണ്ട്. ആ എൻക്വയറിക്ക് ഫോട്ടോ സഹിതം എടുത്ത് കൊടുത്തിട്ടുണ്ട്. മോസിലോസ്കോപ്പിന്റെ ഫുൾ മെഷീന്റെ ഫോട്ടോ സഹിതം കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഈ പറഞ്ഞ സാധനം കാണുന്നില്ല. വേണേ വെരിഫൈ ചെയ്യാം.
പുതുതായിട്ട് കണ്ടെത്തിയത്. പുതിയതായി കണ്ടെത്തിയ സാധനം അന്ന് കൊടുത്തതിൽ അതിൽ കാണുന്നില്ല. ഒന്നും കൂടി ക്ലാരിറ്റി വെച്ച് വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഇത് പുതിയ സാധനം അതറിയില്ല, ചിലപ്പോ വേറെ എവിടെയെങ്കിലും മാറിയിരുന്നതായിരിക്കാം, അത് പറയാൻ പറ്റില്ല. സിജു MP നമ്മുടെ കയ്യിലുള്ള പഴയ ഫോട്ടോവുമായി ഇപ്പൊ കണ്ടെത്തിയ സാധനത്തിന് മാച്ചിങ് അല്ല. മാച്ചിങ് അല്ല. ഈ ഇൻസ്ട്രുമെന്റ്സ് അതിൽ നമുക്ക് ഈ ഒരു MP പർട്ടിക്കുലർ ലാക്സ് ഇൻസ്ട്രുമെന്റില് അതിന്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടില്ല പഴയതില്. അതെ, ഇതൊക്കെ അത് എടുത്ത് വെക്കാൻ എന്താ പറ്റിയെന്ന് അറിയില്ല.